Hi, top 15 selected short answer questions and answers from A06 Kaleidoscope. ഈ വരുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാലോ. ഇതാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1. What does Athene predict for Odysseus? ഒഡീസിയസിന്റെ കാര്യത്തിൽ എന്ത് പ്രവചനമാണ് അഥീനി ദേവത നൽകുന്നത്? ഇതാണ് ചോദ്യം. Athene predicts that Odysseus is still alive and that he will soon return to Ithaca. അതായത് ഓഡിസിയസ് ജീവനോടെ ഇരിപ്പുണ്ടെന്നും ഉടൻ തന്നെ ഇഥക്കയിലേക്ക് അദ്ദേഹം മടങ്ങി വരുമെന്നുമാണ് അഥീനി ദേവത പ്രവചിക്കുന്നത്. ഇതാണ് ഉത്തരം. Now question number 2. What does the cuckoo symbolize? കുക്കു എന്ന പക്ഷി എന്തിന്റെ സിംബൽ, അതായത് പ്രതീകമാണ്? ഇതാണ് ചോദ്യം. The cuckoo's song is symbolic of renewal and change. കുക്കുവിന്റെ, അതായത് കുയിലിന്റെ സംഗീതം മാറ്റത്തിന്റെയും പുത്തൻ ഉണർവിന്റെയും പുതിയ ജീവിതത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. It reflects on the cyclical nature of life, the passing of a pleasant season and arrival of a harsher one. ഋതുക്കളെ പോലെ മാറി മാറി വരുന്ന ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. സുഖമുള്ള ഒരു നല്ല സീസൺ മാറി അതികഠിനമായ വേനൽ, ശൈത്യം പോലെയുള്ള സീസൺ വരുന്നത് പോലെ ഇതിന്റെയൊക്കെ പ്രതീകമാണ് നമ്മുടെ കുക്കു പക്ഷി. Well, this is the answer. ഇനി question number 3. Explain the line I brandish a broom. നമ്മുടെ കവിതയിലെ ഇപ്പറഞ്ഞ വരിയുടെ അർത്ഥം ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഏതാണ് വരി? I brandish a broom. Zhai Yongming says that she brandishes a broom like a weapon, a sword. ഈ കവിതയിൽ അവർ പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി വാൾ ചുഴറ്റി നടക്കും മാതിരി ചൂലും ഉയർത്തിപ്പിടിച്ചാണ് അവർ നടക്കുന്നത് എന്നാണ്. She walks about waving the broom proudly. To her, broom means a tool for work and a weapon for liberation. It gives her courage, confidence and identity. അവരെ സംബന്ധിച്ച് ചൂൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള പണിയായുധം അഥവാ സ്വന്തം മോചനത്തിനുള്ള ഒരു ആയുധം എന്നാണ്. ആ പണിയായുധം അവർക്ക് നൽകുന്നതോ അപാരമായ ധൈര്യം, ആത്മവിശ്വാസം, സ്വന്തം വ്യക്തിത്വവും അവർക്ക് ഒരിടവും. ഇതാണ് ഇപ്പറഞ്ഞ വരിയുടെ അർത്ഥം. Friends, this is the answer. Now question number 4. What does the phrase a kind of life suggest? A kind of life, ഏതാണ്ട് ഒരു ജീവിതം പോലത്തെ ഒരു സംഗതി എന്ന വാക്യം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്, കവി ധ്വനിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. The phrase a kind of life suggests that it is a life far from the ideal. It is not the one which people usually wish to have. ഈ വാക്യം കൊണ്ട് നമ്മുടെ കവി ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു മനുഷ്യ ജീവിതവുമായി അവരുടെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നില്ല അവരുടെ ജീവിതം എന്നാണ്. However, it is self-affirmative and real. എന്നാൽ അത് സ്വയം പടുത്തുയർത്തിയ ഒരു യഥാർത്ഥ ജീവിതമായിരുന്നു. It has been built up by the poet Lucille Clifton herself with her own hands without relying on any example or model. മറ്റാരുടെയും സഹായമില്ലാതെ, ഒരു മാതൃകയെയും ആശ്രയിക്കാതെ ലൂസിൽ ക്ലിഫ്റ്റൺ എന്ന കവി സ്വന്തം കൈകൾ കൊണ്ട് മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു ജീവിതം. ഇതാണ് ഉത്തരം. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 5. What does the speaker wish for? ഈ കവിതയിൽ കവി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതാണ് ചോദ്യം. Now here is the answer. The speaker wishes for reunion with her beloved by overcoming the obstacles that keep them apart. രണ്ടാളെയും അകറ്റി നിർത്തുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തൻ്റെ കാമുകനുമായി വീണ്ടും ഒരു സമാഗമം, ഇതാണ് കവി ആഗ്രഹിക്കുന്നത്. Well, this is the answer. Next, question number 6. What is the central idea of the poem
എ സെഞ്ചുറി ലേറ്റർ, ഒരു നൂറ്റാണ്ടിന് ശേഷം, അതായത് എ സെഞ്ചുറി ലേറ്റർ എന്ന കവിതയുടെ പ്രധാന പ്രമേയം എന്താണ്? ഇതാണ് ചോദ്യം. Now here is the answer. The central idea of the poem is about the bravery and resilience of young girls facing threats and violence just to go to school. സ്കൂളിൽ പോകുന്നതിൻ്റെ പേരിൽ ഭീഷണിയും അക്രമവും നേരിടുന്ന പെൺകുട്ടികളുടെ ധീരതയും അവരുടെ ചെറുത്തുനിൽപ്പുമാണ് ഈ കവിതയുടെ പ്രധാന പ്രമേയം. Despite the dangers, they stand up for their right to education, symbolizing hope and determination for a better future. അപകടങ്ങൾക്കിടയിലും തങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി അവർ നിലകൊള്ളുന്നു. മെച്ചപ്പെട്ട ഭാവിക്കായുള്ള പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് ഇത്. Well, this is the answer. അടുത്തത് question number 7. Here's a quote from the text. I tend the mobile now like an injured bird. Identify the figure of speech. കവിതയ്ക്കകത്തെ ഒരു വരിയാണ്. ഒരു പരിക്കേറ്റ പക്ഷിയെ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ മൊബൈലിനെ പരിപാലിക്കുന്നു. ഈ വരിയിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്താണ്? ഇതാണ് ചോദ്യം. The figure of speech in the line is a simile. It compares the act of caring for the mobile phone to tending to an injured bird. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഉപമയാണ്. പക്ഷിയെ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ മൊബൈലിനെ നോക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. It suggests a delicate and nurturing attitude towards technology. സാങ്കേതിക വിദ്യയോടുള്ള നമ്മുടെ മൃദുഭാവവും അതിനെ പരിപാലിക്കാനുള്ള ഒരു മനോഭാവവും ആണ് ഇത് കാണിക്കുന്നത്. Well, this is the answer. ഇനി question number 8. What is the significance of the shirts the speaker buys early in the relationship? ബന്ധത്തിൻ്റെ തുടക്കത്തിൽ കവി വാങ്ങുന്ന ഷർട്ടുകളുടെ കുപ്പായത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. In Revolving Days by David Malouf, the shirts the speaker buys early in the relationship symbolize the optimism and anticipation of new beginnings. ഈ കവിതയിൽ ബന്ധത്തിൻ്റെ തുടക്കത്തിൽ സ്പീക്കർ വാങ്ങുന്ന ഷർട്ടുകൾ പുതിയ തുടക്കങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തെയും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്നു. They represent a desire to impress and attract the other person in the early stages of romance. പ്രണയത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റേയാളിൽ മതിപ്പുളവാക്കാനും അയാളെ ആകർഷിക്കാനുമുള്ള ആഗ്രഹത്തെയാണ് ഈ കുപ്പായങ്ങൾ സൂചിപ്പിക്കുന്നത്. Friends, this is the answer. Now, question number 9. How does Wong describe the singing man in the poem? What imagery does he use? കവിതയിലെ പാടുന്ന മനുഷ്യനെ വോങ് എങ്ങനെയാണ് വിവരിക്കുന്നത്? എന്ത് ഇമേജറിയാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇൻ ത്രഷോൾഡ്, ഓഷൻ വോങ് ഡിസ്ക്രൈബ്സ് ദ സിംഗിങ് മാൻ ആസ് എംബോഡിങ് മ്യൂസിക് സോ പ്രൊഫൗണ്ട്ലി ദാറ്റ് ഇറ്റ് ഫിൽസ് ദ നാരേറ്റർ ടു ദ കോർ ലൈക്ക് എ സ്കെലിറ്റൻ. ഈ കവിതയിൽ ഓഷൻ വോങ് പാടുന്ന ഒരു മനുഷ്യൻ സംഗീതത്തെ ആവാഹിച്ചിരിക്കുന്നതായി വിവരിക്കുന്നു. ആ സംഗീതം അസ്ഥികൂടത്തിൻ്റെ ആഴങ്ങളിലേക്കെന്ന പോലെ ആ മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നു. ദ ഇമേജറി ഓഫ് ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഷോൾഡേഴ്സ് ഇവോക്സ് ദി ഇൻറ്റൻസിറ്റി ആൻഡ് ഫിസിക്കാലിറ്റി ഓഫ് ഹിസ് പെർഫോമൻസ്. ഗിറ്റാർ സ്ട്രിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ആടി ഉലയുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീത പ്രകടനത്തിൻ്റെ തീവ്രതയും ശാരീരവും വിളിച്ചോതുന്നു. ഇതാണ് ഉത്തരം. Now, question number 10. How did Uncle Podger cut his finger? നമ്മുടെ പോജർ മാമൻ്റെ വിരൽ മുറിഞ്ഞത് എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. Now here is the answer. Uncle Podger cut his finger while trying to open a packet of picture hooks. ചുമരിൽ ചിത്രങ്ങൾ തൂക്കിയിടാനുള്ള ഹുക്കുകളുടെ ഒരു പാക്കറ്റ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മുടെ പോജർ മാമൻ അറിയാതെ തൻ്റെ വിരൽ മുറിച്ചു. In his haste and frustration, he ended up cutting his finger instead. It adds to the humorous atmosphere of the scene.
കാര്യങ്ങൾ ചെയ്യാനുള്ള തൻ്റെ തിടുക്കത്തിലും നിരാശ കൊണ്ടുമാണ് ഇത് സംഭവിച്ചത്. ഓർക്കണം, ഈ സംഭവം കഥയിലെ ഈ രംഗത്തിൻ്റെ തമാശ വർദ്ധിപ്പിക്കുന്നു. ഇതാണ് ഉത്തരം. Now, question number 11. Which war is the title of the story referring to? ഏത് യുദ്ധത്തെയാണ് കഥയുടെ തലക്കെട്ട്, അതായത് ടൈറ്റിൽ, സൂചിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. The title of the story War by Luigi Pirandello refers to the First World War. ഈ തലക്കെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. It is evident from the context of the characters discussing their sons being sent to fight in the ongoing conflict during that period. ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തങ്ങളുടെ ആൺമക്കളെ അയക്കുന്നതിനെക്കുറിച്ചാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ ചർച്ച. ഈ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും ഒന്നാം ലോക മഹായുദ്ധമാണ് ഈ സംഗതിയെന്ന്. Next, question number 12. What happened to the first thief? ആദ്യത്തെ കള്ളന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. In Grace Ogott's short story, The Green Leaves, the first thief was attacked by villagers while stealing cattle and was left for dead beneath a pile of green leaves. ഈ ചെറുകഥയിൽ കന്നുകാലികളെ മോഷ്ടിക്കുന്നതിനിടെ ഗ്രാമീണർ ആക്രമിച്ച ആദ്യത്തെ കള്ളനെ പച്ച ഇലകളുടെ കൂമ്പാരത്തിനടിയിൽ ചത്ത നിലയിൽ ഉപേക്ഷിച്ചു. However, he later regained consciousness, but ultimately he died when a villager struck him on the head with a club. എന്നാൽ പിന്നീട് അയാൾ ബോധം വീണ്ടെടുത്തു. പക്ഷേ ഒടുവിൽ ഒരു ഗ്രാമവാസി അയാളുടെ തലയിൽ ഒരു വലിയ വടി കൊണ്ടടിക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. Well, this is question number 12. Now, question number 13. With whom is Miranda compared? മിറാൻഡയെ ആരുമായിട്ടാണ് ഉപമിക്കുന്നത്? In Act 3, Scene 1 of Shakespeare's The Tempest, Miranda is compared to a goddess by Ferdinand. He admires her beauty and purity and compares her to mythical figures like Diana or Venus. ഷേക്സ്പിയറിൻ്റെ ദ ടെമ്പസ്റ്റ് എന്ന നാടകത്തിൻ്റെ ഈ രംഗത്തിൽ ഫെർഡിനൻഡ് ഒരു ദേവതയുമായിട്ടാണ് മിറാൻഡയെ ഉപമിക്കുന്നത്. അവളുടെ സൗന്ദര്യത്തെയും വിശുദ്ധിയെയും അവൻ അഭിനന്ദിക്കുകയും ഡയാന അല്ലെങ്കിൽ വീനസ് പോലുള്ള പുരാണ ദേവകഥാപാത്രങ്ങളുമായി അവളെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. This is the answer, friends. ഇനി question number 14. What does Leigh Hunt say about Adam and Eve? ആദമിനെയും ഹൗവയെയും കുറിച്ച് ലീ ഹണ്ട് എന്താണ് പറയുന്നത്? Now take a look at the answer. Leigh Hunt attributes the discomfort of rising early on cold mornings to Adam and Eve's biblical sin. തണുത്തുറഞ്ഞ പ്രഭാതങ്ങളിൽ വെളുപ്പിന് എഴുന്നേൽക്കുന്നതിൻ്റെ അസ്വസ്ഥത ആദമിൻ്റെയും ഹൗവയുടെയും ആദി പാപം മൂലമാണെന്നാണ് ലീ ഹണ്ട് പറയുന്നത്. He suggests that this is the reason behind humanity's struggle with the early awakening. വെളുപ്പിന് എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ കാരണം ഇതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് ഉത്തരം. Now we come to the last of the top 15 short answer questions. Question number 15. How does Heaney describe his childhood home? ഷീമസ് ഹീനി തൻ്റെ ബാല്യകാല വീടിനെ കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുന്നത്? ഇതാണ് ചോദ്യം. ഹീനി ഡിസ്ക്രൈബ്സ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം ആസ് എ thatched farm house in rural County Derry. It was surrounded by fields and full of family life. ഗ്രാമ്യ ഭംഗി നിറഞ്ഞ കൗണ്ടി ഡെറിയിലെ ഒരു ഓലമേഞ്ഞ ഫാം ഹൗസ് എന്നാണ് തൻ്റെ ബാല്യകാല വീടിനെപ്പറ്റി ഹീനി വിശേഷിപ്പിക്കുന്നത്. കുടുംബജീവിതം നിറഞ്ഞു തുളുമ്പുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട ഒരിടമായിരുന്നു അത്. Well, this is the answer. Friends, these are the selected top 15 short answer questions and their answers. Best wishes. Thank you for watching this video. I'll see you soon with another video
Till then, bye-bye.